ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ പിടുത്തമാണ്. ഇത് നമുക്ക് അപ്സ്റ്റേറിലുള്ള നമ്മൾ ബാത്റൂമാണ്. ഇത് നമുക്ക് 4 ഇഞ്ചിൻ്റെ ഡ്രെയിനേജ് ലൈനും ഇത് നമുക്ക് 2 ഇഞ്ചിൻ്റെ വേസ്റ്റ് വാട്ടറുമാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് എന്ന് വെച്ചാൽ 4 ഇഞ്ചിൻ്റെ ഡോർട്ടിയും 2 ഇഞ്ചിൻ്റെ ഡോർട്ടിയാണ്. നമ്മൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് പൈപ്പ് ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോളെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിറ്റിങ്സ് ഒട്ടിച്ച് നോക്കാം. ആദ്യമായിട്ട് ഒട്ടിക്കുന്നത് 4 ഇഞ്ചിൻ്റെ ഡോർട്ടിയാണ്. ഈ പൈപ്പെല്ലാം നമ്മൾ ആദ്യമേ ചെമ്പിന് മട്ടത്തിന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കാണും പോലെ 4 ഇഞ്ച് ഡോർട്ടി നമ്മൾ മട്ടത്തിന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെയാണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഡോർട്ടി ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ കാണും പോലെ 2 ഇഞ്ചിൻ്റെ ഡോർട്ടി നമ്മൾ മട്ടത്തിന് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നടുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്രോപ്പ് വാട്ടറാണ്. നമ്മൾ ഇവിടെ 4 ഇഞ്ച് 2 ഇഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ക്ലിപ്പിൽ തന്നെ കയറ്റി അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ലൈന് ചേർന്ന് പോകും. അതുപോലെ ഈ സൈഡിൽ കാണുന്ന ഹോളെല്ലാം നമ്മളിപ്പോൾ അടച്ചിട്ടാണ് നമ്മൾ ബാക്കി മുകളിലോട്ട് താഴെയുള്ള ലൈൻ ചെയ്യുന്നത്. അതൊക്കെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഈ കാണും പോലെ ഈ സൈഡിലെ ഗ്യാപ്പെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇതേപോലത്തെ ഓപ്പൺ ആയിട്ടുള്ള ലൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫിറ്റിങ്സിൻ്റെ സൈഡിലെല്ലാം നമ്മൾ കൈയൊരെണ്ണം ഇങ്ങനെ അടച്ചു പോകുന്നതാണ് നമുക്ക് നല്ലത്. കാരണം അല്ലെങ്കിൽ ഇത് പിന്നീട് അടയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാ സൈഡിലും നമ്മളിങ്ങനെ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ താഴോട്ടുള്ള ലൈനിൻ്റെ അളവെടുക്കാം. നമ്മൾ അജു മച്ചാനാണ് താഴെ നിൽക്കുന്നത്. അത് നമ്മൾ ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ നീളമാണ് എടുക്കുന്നത്. എത്ര? 360 സെൻറ്റ്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ 4 ഇഞ്ച് ഡോർട്ടി വന്നിട്ട് നമുക്ക് ഒരു സൈഡാണ് കയറ്റമുള്ളത്, ഒരു സൈഡ് സോക്കറ്റ് സൈഡാണ്. നമ്മളപ്പോൾ ഇതിന് വേണ്ടി പൈപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് സോക്കറ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഈ 4 ഇഞ്ചിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കയറ്റമുള്ളൂ. ഇവിടെ നമുക്ക് സോക്കറ്റ് ഇട്ടാണ് കയറ്റേണ്ടത്. അപ്പോൾ നമ്മൾ പൈപ്പ് എപ്പോഴും വയ്ക്കുമ്പോൾ നമ്മൾ പൈപ്പിൻ്റെ പുളവ് നോക്കിയാണ് ചെമ്മലിൽ വയ്ക്കേണ്ടത്. അത് കൊള്ളാമോ? ഇവിടെ താഴെ നമ്മൾ പുളവ് അഡ്ജസ്റ്റ് ചെയ്യണം. കൊള്ളാമോ? ആ, കുറച്ച് താഴോട്ടെടുത്തോ. അപ്പോൾ നമ്മൾ പുളവെല്ലാം കറക്റ്റാണ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സോൾവെന്റ് തേക്കുകയാണ്. അത് പ്രസ് ചെയ്തോ. ആ, കറക്റ്റ്. ആ, മതി. ആ, ഇപ്പം നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ പൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ലെവൽ നോക്കിയാണ് താഴെ ക്ലിപ്പ് ചെയ്യുന്നത്. ആദ്യം താഴെ അജു നിൽക്കുന്നതുകൊണ്ട് താഴെയാണ് നമ്മൾ ആദ്യം ക്ലാമ്പ് ചെയ്യുന്നത്. ആ, ചെറിയ ചുറ്റില്ലേ. എന്തിന്
അപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ 4-ഇഞ്ചിൻ്റെ ലൈനെല്ലാം നമ്മൾ ക്ലാമ്പ് നിർത്തിയിട്ടുണ്ട് താഴോട്ടുള്ളത്. നമ്മൾക്ക് അടുത്ത് ഇത് കാണുന്ന 3/4 ഇഞ്ച് നമുക്ക് ഈ ബാത്റൂമിൽ കയറുന്ന വാട്ടർ ലൈനാണ്. അടുത്ത് നമ്മൾ ഈ ഒട്ടിക്കാൻ പോകുന്ന 2-ഇഞ്ചിൻ്റെ പൈപ്പാണ്. 2 ഇഞ്ച് നമ്മൾ ചെമ്മലിൽ വെച്ച് പുളവെല്ലാം നോക്കിയിട്ടുണ്ട്. പൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടുക്ക് കാണുന്നത് വെച്ചാൽ നമ്മൾ ഡ്രോപ്പ് വാട്ടറാണ്. നേരത്തെ കാണിച്ച 1 ഇഞ്ച് പൈപ്പിൻ്റെ ഡ്രോപ്പ് വാട്ടർ. അത് നമ്മൾ ഒരു എൽബോ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ബാക്കി ഇതിൻ്റെ മുകളിലോട്ടുള്ള എയർ കയറ്റും. അത് 4 ഇഞ്ചിന് 2 ഇഞ്ചിന് നമ്മൾ വേറെ ലൈൻ എയർ കയറ്റും. അതുപോലെ ഈ വാട്ടർ ലൈൻ കയറ്റും. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ 4 ഇഞ്ചിൽ നമ്മൾ എയർ കയറ്റിയിട്ടുണ്ട്. 4 ഇഞ്ചിലും 2 ഇഞ്ചിലും ഓരോ എയർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ വെന്റിലേഷൻ്റെ മുകളിൽ ആ ഷെയ്ഡ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത്. ഏറ്റവും പാരപ്പറ്റിൻ്റെ ലെവൽ വരെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 ബാത്റൂം, ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ബാത്റൂമിനാണ് ഈ എയർ പോകുന്നത്. അതുപോലെ ഈ കാണുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാട്ടർ ലൈനാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 4 ഇഞ്ച് പൈപ്പ് വന്നിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലെ റെയിൻ വാട്ടറാണ്. ഈ കാണുമ്പോൾ നമ്മൾ റെയിൻ വാട്ടറിൻ്റെ ഹോളെല്ലാം നമ്മളിപ്പോൾ അടച്ചിട്ടുണ്ട്, ചാന്തെല്ലാം വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അടയ്ക്കാനുള്ളത് ഈ തട്ടടിച്ച ഹോള് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കും. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന നമ്മുടെ വാട്ടർ ലൈനൊക്കെ. ഈ 1.5 ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറിൽ മെയിൻ വാട്ടർ ലൈനാണ് ഇറങ്ങുന്നത്. അതുപോലെ ഈ അടുത്തിരിക്കുന്ന 1 ഇഞ്ച് നമ്മൾ കിണറിൻ്റെ പമ്പ് ലൈനാണ്. അതുപോലെ ഈ 1 ഇഞ്ച് നമ്മൾ അപ്സ്റ്റെയറിൻ്റെ അടിയിൽ സെല്ലാറിലത്തേക്കുള്ള ഒരു വാട്ടർ ലൈനാണ്. ഈ 1 ഇഞ്ച് എന്ന് വെച്ചാൽ സമ്പിൻ്റെ പമ്പ് ലൈനാണ്. അതുപോലെ ഈ 3/4 ഇഞ്ച് റോഡ് കണക്ഷനാണ്. ഈ 1 ഇഞ്ച് ഓവർഫ്ലോ നമ്മൾ ഷെയ്ഡിൽ തന്നെ ഒരു എൽബോ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് ഇങ്ങോട്ടുള്ള ലൈൻ കാണിച്ചു തരാം. അപ്പോൾ മച്ചാന്മാരെ ഈ കാണുന്ന ലൈന് 4 ഇഞ്ചും 2 ഇഞ്ചും നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ബാത്റൂം ഉണ്ട്. അത് ആ ബാത്റൂമിനെക്കാളും ഇവിടെ മാറിയാണ് നിൽക്കുന്നത്. ഇത് സെല്ലാറിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇത് അതിൻ്റെ എയറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് 4 ഇഞ്ച് 2 ഇഞ്ചും. അതുപോലെ ഈ 2 ഇഞ്ച് പൈപ്പിൽ നമ്മളിവിടെ ടീ ഇട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ലൈന് നമ്മൾ കൺസീലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നേരെ വരുന്നത് ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ പോയിന്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ചാന്തെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് അടച്ചു. അതുപോലെ ഈ കാണുന്ന 4 ഇഞ്ച് നമുക്ക് ഈ ഓപ്പൺ ടെറസിൽ റെയിൻ വാട്ടറാണ്. ഇത് നമ്മൾ 4 ഇഞ്ചിൻ്റെ ഡോറൽ ബീറ്റാണ് നേരെ ചെയ്തിട്ടുള്ളത്. ഇത് നേരെ ഷെയ്ഡ് പൊട്ടിച്ച് നേരെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൂടെ കാണുന്നത് ഇതിൻ്റെ വാട്ടർ ലൈനാണ്. വാട്ടർ ലൈൻ വന്നിട്ട് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ നമ്മളൊരു ലൈൻ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഹൊറിസോണ്ടൽ പോകുന്ന ലൈനെല്ലാം നമ്മൾ ഇത് കൺസീലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വെർട്ടിക്കൽ മാത്രമാണ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട്. ഈ ലൈൻ ഇവിടെ നേരെ വന്നിട്ട് അകത്ത് വാഷിംഗ് മെഷീൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാര് നമ്മളിനി താഴെ വാട്ടർ ലൈൻ ചെയ്തിട്ടുള്ളതെല്ലാം കാണിച്ചു തരാം. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ ഡ്രെയിനേജിൻ്റെ ലൈനാണ് 4 ഇഞ്ച് 2 ഇഞ്ചും. ഈ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാട്ടർ ലൈനാണ്. ഇതിനെല്ലാം നമ്മൾ ഓരോ കൺട്രോൾ വാൽ വിട്ടിട്ടുണ്ട്. നമ്മൾ ഓപ്പണായിട്ട് ഇറങ്ങുന്നതെല്ലാം PVC ആണ്. അതുപോലെ കൺസീൽ ചെയ്യുന്നതെല്ലാം CPVC പൈപ്പിട്ടാണ്. അതുപോലെ ഈ കാണുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൻ്റെ ഒരു കൺട്രോൾ വാൽവാണ്. ഇത് അകത്ത് കയറുന്ന ലൈനാണ്. പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡ്രെയിനേജ് ലൈനാണ് ചെയ്തിട്ടുള്ളത്, ഡ്രെയിനേജ് വേസ്റ്റും. അതുപോലെ ഈ കാണുന്നത് നമ്മൾ റെയിൻ വാട്ടറാണ്. പിന്നെ ഇതാണ് നമ്മൾ കാണിച്ചത് വാട്ടർ ലൈനാണ്. ഈ വാട്ടർ ലൈൻ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ PVC വാൽവാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാട്ടർ ലൈന്. നമ്മൾ ടാങ്കിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ഔട്ടാണ്. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ കിണറിലെ പമ്പ് ലൈനാണ്. ഈ 1 ഇഞ്ച് നമ്മളെ സെല്ലാറിൻ്റെ അടിയിലത്തേക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ലൈനാണ്. ഈ 1 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സമ്പ് ടാങ്കാണ്. അതായത് നമ്മളെ റോഡ് ലൈന് വെള്ളം കയറിയില്ലെങ്കിൽ അതിന് വേണ്ടി വെള്ളം ഒരു ടാങ്ക് വെച്ച് സമ്പ് ടാങ്ക് വെച്ചിട്ട് അതിൽ പമ്പ് വെച്ച് അടിച്ച് കയറ്റാനാണ് ഈ ലൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് നമ്മൾ റോഡ് ലൈനാണ്. ഈ 3/4 ഇഞ്ച് അതെല്ലാം നമ്മൾ ഓരോ വാൽ വിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പമ്പിനെ മാത്രം വാൽ വിട്ടിട്ടില്ല. ബാക്കി ഇറങ്ങുന്നത് ലൈനെല്ലാം മെയിനായിട്ടുള്ളതിന് വാൽ വിട്ടിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് 2 ഇഞ്ചും 3/4 ഇഞ്ച് നമ്മൾ ഈ അകത്തുള്ള ഹാളിലെ വാഷ് ബേസിനാണ്, കോമൺ ആയിട്ടുള്ള വാഷ് ബേസിനാണ്. അപ്പോൾ മച്ചാന്മാരെ ഈ കാണുന്നത് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ഒരു ബാത്റൂമാണ്. ഇത് നമുക്ക് വരുന്നത് സെല്ലാറിൻ്റെ പുറത്താണ്. അവിടെ നമ്മൾ ഡോർ ടീ ഇട്ടിട്ട് 2 ഇഞ്ച് ഡോർ ടീ ഇട്ട് നമ്മൾ ഈ എയറാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ മോൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ 2 ഇഞ്ചിലാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ഇത് ഈ ബാത്റൂമിലേക്ക് കയറുന്ന വാട്ടർ ലൈനാണ്. ഇതെല്ലാം നമ്മൾ വാൽവിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത് നമ്മളെ ഓപ്പൺ ടെറസിലെ റെയിൻ വാട്ടറാണ്. അത് നമ്മൾ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്നത് നമ്മളെ വാഷിംഗ് മെഷീൻ കയറുന്ന ലൈനും ഓപ്പൺ ടെറസിലൊരു ടാപ്പ് പോയിന്റ് ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈപ്പും അതിന് കൺട്രോൾ വാൽവാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ലൈൻ വർക്കിനെ കുറിച്ചാണ്. നമ്മളിവിടെ ഏതൊക്കെ ലൈനും ഏതൊക്കെ പൈപ്പിലാണ് നമ്മൾ എയർ കൊടുത്തതും, അതേപോലെ റെയിൻ വാട്ടറിൽ എത്ര ഇഞ്ച് പൈപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ ടാങ്കിൽ ഇറങ്ങുന്ന ലൈനൊക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചെയ്ത് കാണിച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.